പഞ്ചകത്തിൽ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കിംഗംഗാംബുനി എന്ന് പറയുന്ന പ്രശ്നവാക്യം ചേർത്താൽ മൂന്നാം ശ്ലോകം. എല്ലാ ശ്ലോകത്തിലും ആവർത്തിക്കുന്നത് എൻ്റെ മനീഷ എന്നാണ്. എന്താണ് മനീഷ? ബ്രഹ്മൈവാഹമിദം ജഗച്ഛ സകലം ചിന്മാത്രവിസ്താരിതം സർവം ചൈതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം. ഇത്തം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോസ്തു സദുദ്ദിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ബ്രഹ്മൈവാഹമിദം ജഗച്ഛ സകലം ചിന്മാത്രവിസ്താരിതം സർവം ചൈതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം. ഇത്തം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചാണ്ഡാലോസ്തു സതുദ്ദിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ. ബ്രഹ്മൈവാഹമിദം ജഗച്ഛ സകലം. ബ്രഹ്മ ഏവ അഹം. ഇദം ജഗച്ഛ സകലം ചിന്മാത്ര വിസ്താരിതം സർവം ച ഏതത് ത്രിഗുണയാ അവിദ്യയാ അശേഷം മയാ കൽപ്പിതം. പറയുകയാണ്, ബ്രഹ്മ ഏവ അഹം, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു, അഥവാ ബ്രഹ്മം തന്നെയാകുന്നു ഞാൻ. എന്താണ് തൻ്റെ സ്വരൂപമെന്ന് വിചാരം ചെയ്യുകയാണ്. ഞാൻ ആര്? ഞാൻ എന്തല്ല എന്ന് ആരംഭത്തിൽ നേതി ക്രമത്തിൽ ചിന്തിക്കുന്നു. ഇതല്ല എന്ന ക്രമത്തിൽ. എങ്ങനെയെന്നാൽ, ഞാൻ സ്ഥൂല ശരീരമല്ല, ഇതെൻ്റെതാണ്. ഞാൻ ഇരിക്കെ തന്നെ ഇതിലെ അംഗങ്ങളെ മാറ്റി വയ്ക്കാൻ പറ്റും. നല്ല ശസ്ത്രക്രിയാ വിദഗ്ധന്മാർ ഈ ശരീരത്തിലെ അംഗങ്ങളെ മാറ്റി വയ്ക്കുന്നു. ഹൃദയം മാറ്റി വയ്ക്കുന്നു, അല്ലെങ്കിൽ വൃക്കകളെ മാറ്റി വയ്ക്കുന്നു, കരൾ മാറ്റി വയ്ക്കുന്നു, കയ്യോ കാലോ തലമുടിയോ ഒക്കെ മാറ്റി വയ്ക്കുന്നു. ശാസ്ത്രം സാങ്കേതിക വിദ്യ വികസിച്ചാൽ തല മാറ്റി വയ്ക്കുന്ന അവസ്ഥയും വരും. അത്തരം സർജറികളൊക്കെ വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ലക്ഷക്കണക്കിന് നാഡികളെ തുന്നിച്ചേർക്കാനുള്ള സംവിധാനമൊക്കെ വന്നു കഴിഞ്ഞാൽ തല മാറ്റി വയ്ക്കൽ ഓപ്പറേഷനൊക്കെ വരും. ഈ ശരീരം മുഴുവൻ മാറ്റിയാലും ഞാൻ മാറുന്നില്ല. ഇത് ഞാനല്ല, എൻ്റെതാണ്. ഇതുപോലെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, ഞാനല്ല, എൻ്റെതാണ്. മനസ്സ്, ബുദ്ധി ഞാനല്ല, എൻ്റെതാണ്. ഇങ്ങനെ എന്ത് താനല്ലയോ അതിനെ നമുക്ക് നിഷേധിച്ച് മാറ്റി വയ്ക്കുന്നു. അപ്പോഴാണ് ചിന്ത വരുന്നത്, എന്താണ് ഞാൻ? എന്താണ് ഞാൻ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണ് എന്ന അറിവ് വരുന്നത്. ഞാൻ സത്താണെന്ന ബോധം എങ്ങനെ ആർജിക്കാം? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ തീർത്തും വിഭിന്നങ്ങളായ മാറി വരുന്ന അവസ്ഥകൾ നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. നമ്മളെല്ലാവരും ദിവസവും ഈ 3 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒരവസ്ഥയിലെ അറിവ്, അനുഭവം മറ്റൊരവസ്ഥയിലില്ല. ഒരവസ്ഥയിലുള്ള അഭിമാനം മറ്റൊരവസ്ഥയിലില്ല. ചിന്തിക്കുക. ജാഗ്രത്തിൽ ശത്രുവായ ഒരാൾ സ്വപ്നത്തിൽ ചിലപ്പോൾ മിത്രമായിട്ട് വരും. ജാഗ്രത്തിൽ നടന്നു വന്ന ആന സ്വപ്നത്തിൽ ചിലപ്പോൾ പറന്നു വന്നെന്ന് വരും. ഈ രണ്ടവസ്ഥകളും അത്യന്ത ഭിന്നങ്ങളാണെങ്കിലും അവയെ അറിഞ്ഞവൻ ഞാനാണെന്നുള്ളത് നമുക്കെല്ലാം വിചാരം ചെയ്താൽ മനസ്സിലാവും. ജാഗ്രത അനുഭവിച്ച ഞാൻ തന്നെ സ്വപ്നം അനുഭവിച്ചു. 3ാമത്തെ അവസ്ഥയിലേക്ക്, സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ വളരെ സുഖമായിരുന്നു, പക്ഷെ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ആനന്ദത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും അറിവുണ്ട്. അപ്പം ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിൽ അനുഭവങ്ങൾ, അറിവുകൾ തീർത്തും വിഭിന്നമാണെങ്കിലും അറിയുന്ന ഞാൻ ഏകനാണ്, ഞാൻ സത്താണ്.
ഉള്ളവനാണ്. ഇതുപോലൊരു ജീവിതത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരവസ്ഥയെപ്പോലെ മറ്റൊരവസ്ഥയില്ല, ഒരു സാമ്യവും ഇല്ല. ശൈശവത്തിലുള്ള എൻ്റെ രൂപവും വാർദ്ധക്യത്തിലുള്ള എൻ്റെ രൂപവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അഥവാ ശൈശവത്തിലുള്ള എൻ്റെ രൂപവും യൗവനത്തിലുള്ള എൻ്റെ രൂപവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഒരു സാമ്യം പോലുമില്ല. പക്ഷേ ആ സമയത്തെ അനുഭവങ്ങളെ അറിഞ്ഞതും ഈ സമയത്തെ അനുഭവങ്ങളെ അറിയുന്നതും ഞാൻ ഏകനാണ്. ഈ രണ്ടവസ്ഥകളിലും ഞാൻ അനുസ്യൂതനാണ്. അതുകൊണ്ട് ഞാൻ സത്താണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകട്ടെ, ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളാകട്ടെ, ഈ അവസ്ഥകളെ അറിഞ്ഞവൻ ഞാനാണെന്ന് പറയുമ്പോൾ ഞാൻ അറിയുന്ന സ്വഭാവമാണ്, ചിത്താണ്. അടുത്തത് പറയട്ടെ, ഞാൻ ആനന്ദമാണ്. എനിക്ക് ഏറ്റവും സ്നേഹം എന്നോട് തന്നെയാണ്. പത്നിയേക്കാൾ, സന്താനത്തേക്കാൾ, പതിയേക്കാൾ ഞാൻ എന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഞാൻ നിലനിൽക്കാൻ വേണ്ടി ശരീരത്തിൽ ഏത് ഭാഗം മുറിച്ചു കളയാനും ഞാൻ തയ്യാറാണ്. എന്നോടുള്ള പരമമായ സ്നേഹം എന്ന് മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ സുഷുപ്തിയിലാണ് എനിക്ക് ആനന്ദാനുഭവമുള്ളത്. മറ്റവസ്ഥകളിലെല്ലാം സുഖങ്ങളുണ്ട്, പക്ഷേ ആനന്ദാനുഭവം സുഷുപ്തിയിൽ ഞാൻ ഒറ്റയ്ക്കായപ്പോഴാണ്. ഈ പരിശോധന കൊണ്ട് ഞാൻ ആനന്ദമാണെന്നും മനസ്സിലാവും. അപ്പോൾ ആരാണ് ഞാൻ? ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. ഇതാണ് ബ്രഹ്മലക്ഷണം. അപ്പോഴാണ് ബ്രഹ്മൈവാഹം, ബ്രഹ്മമാകുന്നു ഞാൻ എന്നുള്ള ബോധം. ഇതെങ്ങനെ കൂടുതൽ മനസ്സിലാക്കണം, നമുക്ക് അടുത്ത പ്രാവശ്യം വിചാരം ചെയ്യാം.